ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരുന്ന വിജയുടെ ഗോട്ട് തിയേറ്ററിലേക്ക് എത്തി. വെങ്കട് പ്രഭുവിൻ്റെ സംവിധാനത്തിൽ വിജയ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം പ്രേക്ഷകരും ഫാൻസും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു സിനിമയാണ്. പ്രത്യേകിച്ചും വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു, സ്വന്തമായിട്ട് പാർട്ടി പ്രഖ്യാപിച്ചു, അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒന്നോ രണ്ടോ സിനിമകൾ മാത്രമേ പുള്ളി ചെയ്യുള്ളൂ എന്നുള്ളത്. അതിൽ ലാസ്റ്റ് സൈൻ ചെയ്തിട്ടുള്ള 2 സിനിമകളിലൊന്നാണ് ദ ഗോട്ട് എന്ന് പറയുന്നത്. ഇതിനുശേഷം ഒരു സിനിമയും കൂടെ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞാൽ പുള്ളി ഫുൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കും, രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്നുള്ളതാണ് പുള്ളി അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഫാൻസ് വളരെ ആകാംക്ഷയോടെയും വളരെ പ്രതീക്ഷയോടെയും കാത്തിരുന്ന ഒരു സിനിമയാണ് ഗോട്ട്. ഇത് ആദ്യത്തെ ദിവസം ഇതിൻ്റെ ഷോസ് എല്ലാം കഴിഞ്ഞിട്ട് റിവ്യൂസൊക്കെ വന്നപ്പോൾ എത്രമാത്രം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തി എന്നുള്ളത് റിവ്യൂസൊക്കെ വായിച്ചപ്പോൾ എനിക്കും വളരെ നിരാശയാണ് തോന്നിയത്. എന്തായാലും സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായം പറയാമെന്ന് കരുതി ഇന്നലെ സിനിമ കണ്ടതിന് ശേഷമാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വെങ്കട് പ്രഭുവാണ്. വെങ്കട് പ്രഭുവിൽ നല്ല പ്രതീക്ഷയുള്ള ഒരു ഡയറക്ടറാണ്. എസ്പെഷ്യലി വെങ്കട് പ്രഭുവും വിജയുമായിട്ടുള്ളൊരു സിനിമ അനൗൺസ് ചെയ്തപ്പം മുതൽ നല്ല ഹൈപ്പുണ്ട്. കാരണം വിജയുടെ സിനിമകൾ വിജയ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്റ്റാർസാണ്. അതായത് ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരിക്കലും നഷ്ടമാവുന്നില്ല. എത്ര നെഗറ്റീവ് റിവ്യൂസ് വന്നിരുന്നാലും പുള്ളിയുടെ എങ്ങനെയായാലും പടം പ്രോഫിറ്റബിൾ ആകുന്നുണ്ട്. അത് ബീസ്റ്റൊക്കെ ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് വന്ന മൂവിയാണ് ബീസ്റ്റ് എന്ന് പറയുന്നത്. അത് മിനിമം 250 crores കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം മനസ്സിലാകും. ഇപ്പം സൗത്ത് ഇന്ത്യയിലുള്ളതിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബോക്സ് ഓഫീസ് സ്റ്റാറാണ് വിജയ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് വളരെ വലിയ ഹൈപ്പ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ ഹൈപ്പ് നിലനിർത്താൻ റീസെൻ്റായിട്ട് വന്ന 2-3 സിനിമകൾക്ക് സാധിച്ചിട്ടില്ല എന്നും എടുത്തു പറയേണ്ടതാണ്. വെങ്കട് പ്രഭു ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി ത്രില്ലർ സ്വഭാവമുള്ള സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമകൾ മുതൽ എല്ലാ ഫിലിംസും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫിലിം വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഫിലിംസാണ് മങ്കാത്തയും അതുപോലെ മാനാടും. മാനാടാണ് അദ്ദേഹം ലാസ്റ്റ് ചെയ്തത് സിംബുവിൻ്റെ കൂടെ. ഇതെല്ലാം വളരെ ഒരു ചെറിയ ത്രെഡായിരിക്കും, വളരെ ചെറുതായിട്ടുള്ളൊരു ത്രെഡ് എടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ എക്സിക്യൂഷൻ സ്റ്റൈൽ കൊണ്ടും അദ്ദേഹം കൊണ്ടുവരുന്ന അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്ലേയുടെ മികവ് കൊണ്ടും ആ സിനിമകൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാറുണ്ട് പുള്ളി. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരുടെ കോമ്പിനേഷൻ ഒരുപാട് ഹൈപ്പും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും കഥ വെങ്കട് പ്രഭുവിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് 6 പേര് ചേർന്നിട്ടാണ്. വെങ്കട് പ്രഭു, എഴിലരസ്, ഗുണശേഖരൻ, ചന്ദ്രു, മണിവണ്ണൻ, അതുപോലെ ബാലസുബ്രഹ്മണ്യം, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കൽപ്പാത്തി എസ് അഘോരം, കൽപ്പാത്തി ഗണേഷ് ആൻഡ് കൽപ്പാത്തി സുരേഷ്. ഇവർ 3 പേര് ചേർന്നിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി ബൈ സിദ്ധാർത്ഥ് നോണി, എഡിറ്റിംഗ് ബൈ വെങ്കട് രജീൻ ആൻഡ് മ്യൂസിക് ബൈ യുവൻ ശങ്കർ രാജ. സിനിമയുടെ ബഡ്ജറ്റ് വൻ ബഡ്ജറ്റിലാണ് ഫിലിം ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 350 to 400 crores ഈ ഫിലിമിൻ്റെ ബഡ്ജറ്റ് വന്നിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി എനിക്ക് തോന്നുന്നു അതിനകത്തുള്ള അതിൻ്റെ ഒരു ഭൂരിഭാഗവും ഇവർ പ്രീ റിലീസ് ബിസിനസ്സിലൂടെ തന്നെ ഇവർ തിരിച്ച് എടുത്തിട്ടുണ്ട്. ഇവർക്ക് ആ ഒരു മുടക്കിയ മുതൽ അത്രയും ഏകദേശം ഒരു 300 crores അവർക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടെന്നാണ്, പ്രീ റിലീസ് ബിസിനസ്സിലൂടെ തിരിച്ച് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ബാക്കി സിനിമയുടെ പെർഫോമൻസ് പോലെ ഇരിക്കും. എന്തായാലും വിജയ് പടം ആയതുകൊണ്ടും ആ ഇനിഷ്യൽ ഹൈപ്പ് അത്രമാത്രം ഉള്ളതുകൊണ്ടും നല്ല രീതിയിൽ സിനിമ കളക്ട് ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ പ്ലോട്ട്, ഇവരൊരു 5 സുഹൃത്തുക്കളുണ്ട്. 5 സുഹൃത്തുക്കളല്ല, 5 കൊളീഗ്സാണ് ഇവർ. സാറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന 5 സുഹൃത്തുക്കളാണ്. അത് ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന മെയിൻ വിജയാണ് ഗാന്ധി എന്ന് പറയുന്നൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. കൂടെ പ്രശാന്ത്, പഴയ ജീൻസിലൊക്കെ ഹീറോ ആയിട്ട് വന്ന പ്രശാന്ത് ഉണ്ട്, പ്രഭുദേവയുണ്ട്, അജ്മൽ അമീർ ഉണ്ട്, പിന്നെ ജയറാം. ഇവർ 5 പേരാണ് ഒരു ഗ്രൂപ്പ്, ഒരു ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന. ഇവരൊരു ഓപ്പറേഷൻ, ഒരു കെനിയയിൽ നടക്കുന്ന ഒരു ഓപ്പറേഷൻ വെച്ചിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി പിന്നെ പല ഇൻസിഡൻറ്റ്സ് ഉണ്ടാകുന്നതും അതിനുശേഷമുള്ള പല ഇൻസിഡൻറ്റ്സും പലതും ഉണ്ടാകുന്നതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഏകദേശം സ്റ്റോറി, ഇതിൻ്റെ ഒരു കഥയെന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് പണ്ട് നമ്മൾ കേട്ട് പഴകിയിട്ടുള്ള ഒരു കഥയാണ്. പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ള ടൈപ്പ് ഒരു റിവെഞ്ച് സ്റ്റോറിയാണ് ഇതിൻ്റെ ഒരു ബേസ് ത്രെഡ് എന്ന് പറയുന്നത്. ആ ഒരൊറ്റ കാരണമാണ് ഫിലിം നമുക്ക് അത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം പ്രത്യേകിച്ചും ഇപ്പോൾ വെങ്കട് പ്രഭു ആയാലും അതുപോലെ ഈ ലോകേഷ് കനകരാജ്, വിജയുടെ ലാസ്റ്റ് 2 ഫിലിംസിൻ്റെ ഡയറക്ടേഴ്സാണ്. ഇവർ 2 പേരുടെയും സിനിമകളെല്ലാം ഇവർക്ക് സ്വന്തമായിട്ട് ഈ ഒരു ഡയറക്ടർ ലെവലിൽ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഡയറക്ടേഴ്സാണ് ഇവർ 2 പേരും. കാരണം ഇവർ ചെയ്തിരിക്കുന്ന സിനിമകളെല്ലാം
വളരെ ചെറിയൊരു ത്രെഡിൽ നിന്ന് വളരെ ക്ലീനായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ത്രില്ലേഴ്സാണ് ഇവർ കൂടുതലും ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ചെറിയ ആക്ടേഴ്സിനെ വെച്ചിട്ട്, സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ടല്ല ഇവർ ചെയ്തേക്കുന്നത്. ചെറിയ ആക്ടേഴ്സിനെ വെച്ചിട്ട് ഇവർ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന സിനിമകളാണ് ഇവർ ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് മാറി ഇവർ വിജയ് എന്ന് പറയുന്നൊരു വലിയ താരത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് ആ ഒരു ഇവരുടെ കംഫർട്ട് സോൺ ഇവർ ബ്രേക്ക് ചെയ്യണം. അത്രമാത്രം ബഡ്ജറ്റിലേക്ക് പടം പോകുന്നുണ്ട്. കാരണം പ്രൊഡ്യൂസേഴ്സ് അത്രമാത്രം ബഡ്ജറ്റ് മുടക്കാൻ തയ്യാറാകുന്നുണ്ട്. അതുപോലെ ഇവരുടെ ബേസ് സ്റ്റോറിയിൽ നിന്ന് ഇവർക്ക് അത്രമാത്രം എക്സിക്യൂട്ട് ചെയ്യണം. കൂടെ വിജയ് ഫാൻസിനെയും ഇവർക്ക് തൃപ്തിപ്പെടുത്തണം. അതെല്ലാം ഇവർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകത വിജയ് പോലുള്ള സൂപ്പർ സ്റ്റാറിനെ കൈ കിട്ടുമ്പം ഇവർക്ക് വരുന്നുണ്ട്. അതിൽ നിന്ന് ഇവർക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. ഇവരുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലംസ് ഈ 2 സിനിമകളിലും വിസിബിളാണ്. പ്രത്യേകിച്ച് ലിയോയിൽ വിസിബിളാണ്. ലിയോ ഫസ്റ്റ് ഹാഫ് ഒരു പ്യുവർ ലോകേഷ് കനകരാജ് ഫിലിമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് നേരെ വിജയ് ഫാൻസിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പടം ആകപ്പാടെ കുളമായി. അതുപോലെ തന്നെയാണ് ഗോട്ടിനും സംഭവിച്ചിരിക്കുന്നത്. വളരെ നീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു വെങ്കട് പ്രഭു മൂവി എന്നാണെങ്കിൽ പറയാം. വിജയ് മൂവി എന്ന് 100% എടുത്ത് പറയാൻ കഴിയില്ല. കാരണം ഒരു 70% വെങ്കട് പ്രഭു മൂവി തന്നെയാണിത്. കാരണം ആ ഒരു ഷോർട്ട് ത്രെഡിൽ നിന്ന് വളരെ ക്ലീനായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രമാത്രം നെഗറ്റീവ് റിവ്യൂസ് കേട്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം പടം കണ്ട് എനിക്ക് എത്ര ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു 1 ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. കാരണം ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ക്ലീനായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സാധാരണ വെങ്കട് പ്രഭു മൂവീസിൽ കാണുന്ന പോലെ ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഫിലിമിലുണ്ട്. ഏകദേശം ഒരു എവറി 10 minutes ദർ ഇസ് എ ട്വിസ്റ്റ് എന്ന് പറയുന്ന രീതിയിലാണ് എൻ്റെ സെക്കൻഡ് ഹാഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേയൊക്കെ അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു എനിക്ക്. ഫസ്റ്റ് ഹാഫിലുള്ള കുറേ സീൻസും ഒരുവിധമുള്ള സ്റ്റോറി പോകുന്ന രീതിയും ആ ഇൻ്റർവൽ ബ്ലോക്കും എല്ലാം പക്ക പ്രഡിക്റ്റബിൾ ആയിട്ടാണ് എനിക്ക് വന്നത്. സെക്കൻഡ് ഹാഫ് അത്ര ഒരു പ്രഡിക്റ്റബിളായിട്ട് എനിക്ക് തോന്നിയില്ല. കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് ഒരു അരമണിക്കൂറിലുണ്ടായിരുന്ന 2-3 ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പറയേണ്ടത് വിജയുടെ ഡ്യുവൽ റോളാണ്. കാരണം വിജയ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഫിലിമിൽ. അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി എലിവേറ്റ് ചെയ്യുന്ന മാസ് എലിവേഷൻ സീൻസ് ഒന്നും ഈ സിനിമയിലില്ല. അത് നോർമലി വെങ്കട് പ്രഭുവിൻ്റെ ഫിലിംസിലൊന്നും അത്ര ഒരു എലിവേഷൻ മൂഡ് ഉണ്ടായിട്ടില്ല. അതുപോലെ നോർമലി ഈ വെങ്കട് പ്രഭുവിൻ്റെ ഫിലിംസിൽ സൂപ്പർ സ്റ്റാർസ് വരുമ്പോൾ അവർക്കെല്ലാവരും നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടേഴ്സാണ് കൊടുക്കാറ്. ഇതിലും വിജയ് തന്നെയാണ് ഇതിലൊരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് പെർഫോം ചെയ്യുന്നത്. വിജയ് ഡ്യുവൽ റോളിലാണ്. അത് ഒന്ന് അച്ഛൻ വിജയ് ആയിട്ടും അതുപോലെ ഒരു മകനായിട്ട് വരുന്ന ഒരു ഡി ഏജിങ് ടെക്നിക്ക് വെച്ചിട്ട് ഇവരൊരു കുറച്ചൊരു ഇദ്ദേഹത്തിൻ്റെ മകനായിട്ട് വരുന്ന ക്യാരക്ടറിന് ഡി ഏജിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ്, ജീവൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ കിഡിലുമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് വിജയ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വിജയ് പെർഫോം ചെയ്യാറുണ്ട്. അത് ഇവിടെയും ഉണ്ട്. നല്ല കിഡിലുമായിട്ട് പുള്ളി ആ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ഡി ഏജിങ് ടെക്നിക്ക് വെച്ചിട്ടുള്ള മകൻ ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. അച്ഛൻ ക്യാരക്ടറിന് അത്രയ്ക്കൊരു എലിവേഷൻ സീൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് ഫാമിലി മാനായിട്ട് ആ ഒരു രീതിക്ക് പോകുന്ന ഒരു ക്യാരക്ടറാണ്. അത് പെർഫോമൻസ് വൈസാണ് പടം ആൾക്കാരെ പിടിച്ചിരുത്തുവാണെങ്കിൽ ഇരുത്തുന്നത്. അല്ലാതെ കഥ വളരെ മോശമാണ്. അതിൻ്റെ ബേസ് ത്രെഡ് വളരെ മോശമാണ്. ആ ത്രെഡിൽ നിന്നും ഇവർ എന്താ പറയുക ഡെവലപ്പ് ചെയ്തപ്പം എക്സിക്യൂഷൻ കുറച്ചൊക്കെ ബെറ്റർ. സെക്കൻഡ് ഹാഫ് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് അത്രയ്ക്കൊരു ഇത് വന്നില്ല. കാരണം എല്ലാം പെട്ടെന്ന് നടക്കുന്നൊരു ഫീൽ വന്നു. 3 മണിക്കൂറുണ്ടെങ്കിലും കഥയിലൊരു ഡെപ്തോ കാര്യങ്ങളോ ഒന്നും എങ്ങും ഫീൽ ചെയ്തില്ല. അതുപോലെ മ്യൂസിക് സത്യം പറഞ്ഞാൽ പക്ക വേസ്റ്റായിരുന്നു. ഇത് പഴയ സിനിമകളിലെ ഗില്ലിയിലെ മ്യൂസിക്, അതുപോലെ പഴയ സിനിമകളിലെ ഗുണയിലെ പാട്ട്, ഇതെല്ലാം എടുത്തിട്ടിട്ട് ചുമ്മാ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ടേക്കാണ്. വളരെ മോശം വർക്ക്. യുവൻ ശങ്കർ രാജയുടെ വളരെ മോശം വർക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൽ കൂടാതെ പാട്ട് അനാവശ്യ സ്ഥലത്തുള്ള പാട്ടുകളാണ്. രണ്ട് പാട്ട് അത് വെറും പ്ലേസ്മെൻറ്റ് ഇത്ര ബോധമില്ലാതാണോ പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നും. കാരണം ഈ ഫിലിമിൽ ആകെപ്പാടെ ഒരു പാട്ടിൻ്റെ ആവശ്യമുള്ളായിരുന്നു. മൊത്തം ഒരു 4-5 പാട്ടുണ്ടെന്ന് തോന്നുന്നു ഫിലിമിൽ. അതിൽ ഒരു പാട്ടിൻ്റെ മാത്രമേ ആവശ്യമുള്ളായിരുന്നു. ബാക്കിയെല്ലാം അനാവശ്യമായിട്ട് ഇട്ടിരിക്കുന്നതാണ്. അതെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത് അനാവശ്യമായ സ്ഥലത്താണ്. ഒരു മർഡർ നടക്കുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് പാട്ട്, അടുത്ത മർഡർ അവിടെ പാട്ട്, ആ ഒരു രീതിയിലാണിത് പോകുന്നത്. പക്ഷേ ആ പാട്ട് വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുമായിരുന്നെങ്കിലും ചിലപ്പോൾ ആ സെക്കൻഡ് ഹാഫിൽ തൃഷയായിട്ടുള്ള ഒരു സോങ് ഉണ്ട്. അത് വിജയുടെ ഡാൻസ്, അതായത് വിജയ് ഫാൻസിന് വേണ്ടി മാത്രം ഇട്ടിട്ടുള്ളൊരു സോങ്ങാണ്. അത് വിജയ് നല്ലോണം അവരോട് ഡാൻസ് ചെയ്യുന്നതായിട്ടുള്ള തൃഷയും വിജയമായിട്ടുള്ള കോമ്പിനേഷനിലുള്ളൊരു സോങ് ഉണ്ട്. അത് വേറെ എവിടെയെങ്കിലും കുറച്ചൊന്ന് പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ടെയിൽ എൻഡിൽ കൊടുത്തിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അത് കുറച്ച് ക്ലിക്കായിപ്പോയാണ്. പക്ഷേ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അനാവശ്യ സ്ഥലത്താണ്. ആ ഒരു കാര്യം ഭയങ്കര മോശമായി. കാരണം അത് എനിക്കൊന്ന് ഫാൻസിന് വേണ്ടി മാത്രമായിട്ട് ഇട്ടതാണ്. വെങ്കട് പ്രഭുവിൻ്റെ നോർമൽ ഫിലിമിലാണെങ്കിൽ ഇങ്ങനെ ആ ഒരു പോർഷനിലൊന്നും പുള്ളി പാട്ട് പ്ലേസ് ചെയ്യത്തില്ല. അപ്പം ഇതൊക്കെയാണ് ആക്ച്വലി എനിക്ക് ഒരു നെഗറ്റീവായിട്ട് ഫിലിമിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. പോസിറ്റീവ്സ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു വിജയുടെ പെർഫോമൻസ് മാത്രമേ ഉള്ളൂ പോസിറ്റീവായിട്ടുള്ളത്. ലെങ്ത് ഭയങ്കര ലെങ്തിയാണ്. ഏകദേശം 3 മണിക്കൂർ ഫിലിമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം CGI വർക്കാണ്. ഇതിൻ്റെ CGI വർക്ക് ഭയങ്കര മോശമാണ് കേട്ടോ. ഇത്ര ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട്
ആ ബഡ്ജറ്റിൽ ഒരു എന്താ പറയുക അനാവശ്യമായിട്ടുള്ള കുറേ CGI വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. കുറേ ചേസിങ് സീൻസും ബൈക്ക് സീൻസും ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ CGI വർക്ക്സ് ലാസ്റ്റൊക്കെ കൊണ്ടുവന്ന് കുറേ CGI വർക്ക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ എൻഡിൽ എനിക്ക് തോന്നുന്നു പുള്ളി വെങ്കട് പ്രഭു പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എല്ലാം ഒരു ട്രിബ്യൂട്ട് ഈ ഫിലിമിലൂടെ കൊടുത്തിട്ടുണ്ട്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ തോന്നും വെങ്കട് പ്രഭുവിൻ്റെ അവസാനത്തെ സിനിമയാണെന്ന്, വിജയുടെ ലാസ്റ്റ് ഫിലിമാണ് അല്ലെങ്കിൽ വിജയുടെ പെർണൾട്ടിമേറ്റ് ഫിലിമാണെന്നൊന്നും നമ്മൾ പറയില്ല. കാരണം വെങ്കട് പ്രഭു എല്ലാവർക്കും ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ക്യാപ്റ്റൻ വിജയകാന്തിനൊരു ട്രിബ്യൂട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഫേസ് ഇതെല്ലാം പ്രോപ്പറായിട്ട് CGI വർക്ക്സിൽ അടിപൊളിയായിരുന്നു. അതുകൂടാതെ ലാസ്റ്റ് ധോണിക്ക് വേണ്ടിയും ഒരു സെക്ഷനായി അദ്ദേഹം മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു CSK മാച്ചിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു കമൻട്രി ഫുള്ള് ധോണി എന്നുള്ളൊരു മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ എനിക്കൊന്ന് പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പുള്ളിക്കൊരു ട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്തതുപോലാണ് ഫീൽ ചെയ്തത്. ബാക്കിയൊക്കെ നോക്കുവാണെങ്കിൽ പടം ഒരു 1 ടൈം വാച്ചബിളാണ്. ജസ്റ്റ് പോയി സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു 1 ടൈം വാച്ചബിൾ മൂവിയാണിത്. തീരെ മോശം എന്ന് പറയാൻ കഴിയില്ല. ബേസ് സ്റ്റോറി വളരെ മോശമാണ്. അതുകൊണ്ട് മാത്രമാണ് ആ ഫിലിം അത്ര ഒരു എന്താ പറയുക ഫാൻസിന് അത്രമാത്രം ഇഷ്ടപ്പെടാതെ പോകുന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ എനിക്കൊന്ന് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ഒരു ഫാമിലീസിന് ഫിലിം ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം കുറച്ച് ഇമോഷണൽ സീൻസൊക്കെ ഉണ്ട്. കാരണം വിജയ് അത്യാവശ്യം നല്ല ഇമോഷണൽ സീൻസ് ഈ ലാസ്റ്റ് 2 ഫിലിമിലായിട്ട് കുറേ ചെയ്യുന്നുണ്ട്. ലിയോയിലും ഉണ്ട്, ഇതുപോലെ ഇതിനകത്തും അത്യാവശ്യം ഇമോഷണൽ സീൻസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊന്ന് ഫാമിലീസിന് ചിലപ്പോൾ കുറച്ചും കൂടെ പടം ഇഷ്ടപ്പെടാം. ഫാൻസിന് നോ വേ. ഫാൻസിന് പടം എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഫീൽ എനിക്കില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ സിനിമ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.